ADGPക്കെതിരെ DGP കണ്ടെത്തിയ കുറ്റം എന്താ? അദ്ദേഹം അവിടെ ഉണ്ടായിട്ട് ഇടപെട്ടില്ല അല്ലേ? അദ്ദേഹത്തിന് വയറിളക്കാണെങ്കിലോ? വയറിളക്കം പിടിച്ച മനുഷ്യന് പുറത്തിറങ്ങാൻ പറ്റുമോ? ഒരു പക്ഷേ അദ്ദേഹത്തിന് വയറിളക്കം പിടിച്ച റൂമിലിരിക്കായിരിക്കും. അതിനൊരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്താവും തീർന്നു. എവിടെ അല്ല, അത് ഒരു ചെറിയ ഗ്യാപ്പിൽ അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും. ഇപ്പൊ എനിക്ക് വയറിളക്കമായിരുന്നു എന്ന് ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്താൽ DGP എന്ത് ചെയ്യാനാ? വയറിളക്കല്ല ഒരു മനുഷ്യന് പൂരത്തൊക്കെ പോയി നിൽക്കാൻ പറ്റുമോ? ഇതൊക്കെ മനുഷ്യ സഹജമായി സംഭവിക്കാവുന്നതല്ലേ? അന്വേഷണത്തിന്റെ അവസാനം കണ്ടെത്താൻ പോകുന്ന ഏറ്റവും വലിയ തെളിവ് അതൊക്കെ ആയിരിക്കും. ഈ അന്വേഷണത്തിൽ അങ്ങനെയൊക്കെ പ്രതിഷ്ഠാണ് നിങ്ങൾ. ഈ കൈസർ കമ്പനി നേരത്തെ തന്നെ 1 മാസം മുൻപ് മുതൽ തന്നെ ഈ PR ഏജൻസിയുടെ ഇടപെടൽ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഡൽഹിയിൽ നിന്ന് വാർത്തകൾ വരുന്നത്. എന്തെല്ലാം വാർത്തകൾ വരുന്നത്! ഇതൊക്കെ ഇനി വെറുതെ നമ്മൾ സമയം കളയണം. കൈസർ കമ്പനി എന്താണെന്നും എന്താണ് എഴുതി വെച്ചതെന്നും എങ്ങനെയാണത് തിരുത്തിയതെന്നും എന്തുവേണ്ടി ഏത് ഘട്ടത്തിലാണ് തിരുത്തേണ്ടി വന്നതൊക്കെ എല്ലാവർക്കും അറിയാലോ. അല്ല, അവിടെ ഒരു എന്താ പറയാ പബ്ലിക് PR ഏജൻസി പ്രവർത്തിക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അവിടെ മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു PR സർക്കാർ നിയോഗിച്ച് ശമ്പളം കൊടുക്കുന്ന കുറെ ആളുകൾ അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. സ്വാഭാവികമാണ്. അതാണ് PRD എന്ന് പറയുന്നത്. PRD തന്നെയാണോ ഈ പറയുമ്പം നമ്മൾ പ്രൈവറ്റായി പറയുമ്പോൾ PR എന്ന് പറയും. മറ്റൊരു PRD ഡിപ്പാർട്ട്മെന്റ്, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ്. മറ്റേ നമ്മൾ PR എന്ന് പറയും, PR ഏജൻസി എന്ന് പറയും. അതിന് വലിയൊരു സംവിധാനം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുണ്ടല്ലോ. അതെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളതാണ്. ഈ ഹിന്ദു പത്രം പറയുന്നു ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ അഭിമുഖം നൽകാമെന്ന് പറഞ്ഞ് പത്രത്തെ സമീപിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞു ദേവികുളം MLAയുടെ മകനാണ് തന്നോട് ഇങ്ങോട്ട് വന്ന് സമീപിച്ചതെന്ന്. ആരാണ് ഇതിൽ നുണ പറയുന്നതെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇവർ രണ്ടാളും കളവാ പറയുന്നതാണ് എൻ്റെ അഭിപ്രായം. അതായത് നമുക്ക് ഇതിന്ന് മനസ്സിലാകുന്നു. എന്ന് ഹിന്ദു പറഞ്ഞതായിട്ട് അവിടെ പത്രക്കാർ ചോദിക്കുന്നത് ഞാൻ കേട്ടു. എനിക്ക് വസ്തു അറിയില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും അതിനെ അറിയുന്നുണ്ടാവും. അതായത് മുഖ്യമന്ത്രി മുമ്പ് നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റാണിത്. അതുകൊണ്ട് ഇതുകൂടി അത് ചേർക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഹിന്ദു അങ്ങനെ ചേർത്തത് എന്ന് പറയുന്നു. അതിന് വസ്തു നമുക്കറിയില്ല. അപ്പൊ രണ്ട് രീതിയിലായാലും എന്താണ്, മലപ്പുറത്തുകാര് ഈ പറയുന്നവരാണ്. അതാ ഞാൻ പറഞ്ഞത്. മലപ്പുറത്തുകാരെ മാപ്പിളാരെ കൂട്ടിക്കോട്ടെ. ഇതല്ലാത്തൊരു ജനവിഭാഗം ഉണ്ടല്ലോ, ഒരു 10-20%. അവരോടെങ്കിലും മാപ്പ് പറയണ്ടേ ഈ ഗവൺമെന്റ്? അല്ല, തീർച്ചയായിട്ടും ആരെ കളവ് പറയുന്ന അവരല്ലേ. ഒരു വിഭാഗം അങ്ങനെ പറയുന്നു, മുഖ്യമന്ത്രി ഇങ്ങനെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ എന്താ പറയാ CM ഓഫീസ് തന്നെ കുറിപ്പ് ഇങ്ങനെ പറയുന്നു, ഹിന്ദു അങ്ങനെ പറയുന്നു. ഇതെല്ലാം കൂടെ പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നു?